വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു ദൂത് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നത്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിശ്ചയമായി നമ്മൾ സംസാരിക്കും. ചില വിടുതലുകൾ ചില കുടുംബങ്ങൾക്ക് കർത്താവ് പകരും. വിടുതലിന്റെ ഒരു ദൂതാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. നിശ്ചയമായും ഹല്ലേലൂയ പ്രാർത്ഥനാ ആവശ്യങ്ങൾ നമ്മൾ നടുവിലുണ്ടല്ലോ. ആവശ്യങ്ങൾക്കൊക്കെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യണമെന്നാണ് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാരംഭമായ സുവിശേഷം 4-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ട് 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെയും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സ്ഥലത്ത് ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ അവരിൽ ആരുടെ അടുക്കലേക്കും ഏലിയാവിനെ അയച്ചില്ല. ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയാക്കാരനായ നയമാനല്ലാതെ ശുശ്രൂഷ പ്രാരംഭമായി ആരംഭിക്കുന്നത് ദേവാലയത്തിലാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അവന്റെ വായിലെ വാക്കുകളൊക്കെ ലാവണ്യ വാക്കുകളെന്ന് പറഞ്ഞ വ്യക്തികൾ തന്നെ പള്ളിയിലുള്ളവർ അവനെതിരെ കോപിച്ചുകൊണ്ട് അവനെ വലിച്ചിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമുക്ക് പിന്നീടുള്ള ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിനോടുള്ള ആ സ്നേഹം, ലാവണ്യ വാക്കുകൾ പ്രസംഗിച്ച കർത്താവിനോടുള്ള സ്നേഹം പെട്ടെന്ന് മാറി അവർക്കൊരു കോപം ഉണ്ടാകുവാൻ കാരണമായി തീർന്നതെന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് 2 പേരുടെ പേര് പറഞ്ഞതാണ് അത് കാരണമായി തീർന്നത്. ഒന്നാരാണ്? സാരഭാത്തിലെ വിധവ. 2 കുഷ്ഠരോഗിയായ നയമാൻ. കുഞ്ഞുങ്ങളെ ഒന്ന് സംസാരിക്കാതിരിക്കണേ. സാരഭാത്തിലെ വിധവ അല്ലേ, 2 നയമാൻ അല്ലേ. 2 പേരുടെ പേരുകൾ പറഞ്ഞപ്പോഴാണ് അവർക്ക് കോപമുണ്ടായത്. യേശുവിനോട് അവർക്ക് ദേഷ്യമുണ്ടാകുവാനിടയായി തീർന്നു. ഇവിടെ 2 പേരുടെ പേരുകൾ പരാമർശിക്കുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായിരിക്കുന്ന തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷാവേളയുടെ ആദ്യ സമയത്ത് 2 പേരുകൾ ഉച്ചരിപ്പാൻ ഇടയായിരിക്കുന്നു. എത്ര ഭാഗ്യമുള്ളവരത്. പ്രൈസ് ദി ലോർഡ്. അതേ പേര് പറയാതെ അല്ലേ, ജീവന്റെ അപ്പമായവൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ അല്ലെ, ദൈവമായിരിക്കുന്നവൻ. കർത്താവ് പറഞ്ഞ 2 പേരുകളാണ് സരാഫാത്തിലെ വിധവയും നയമാനും. 2 പേരെ കുറിച്ച് ചിന്തിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. സരാഫാത്തിലെ വിധവയെ കുറിച്ച് ഒന്ന് അല്പമായി ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായി വിവരങ്ങളിൽ ശ്രദ്ധപ്പെടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദൂതാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആലോചനകൾ തരുവാനിടയായി തീരട്ടെ. നമുക്ക് സരാഫാത്തിലെ വിധവയെ കാണുവാൻ കഴിയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാകുന്നല്ലോ. സീദോനിലെ തലസ്ഥാനമായിരുന്നു സാരാഫാത്ത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. സീദോൻ വളരെ വലിയൊരു പട്ടണമായിരുന്നു. ഇവിടെയുള്ള തലസ്ഥാനമാണ് സാരാഫാത്ത്. സാരാഫാത്തിലെ ഒരു വിധവയായ സ്ത്രീയുടെ അടുത്തേക്കാണ് ഏലിയാവിനെ ദൈവം അയക്കുന്നത്. ഏലിയാവിനെ കുറിച്ച് പ്രാരംഭമായി പറയുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല അല്ലേ. ഹല്ലേലൂയ. എത്ര ശക്തനായ അഭിഷിക്തനാണെങ്കിലും ഹല്ലേലൂയ നാം ആയിരിക്കുന്ന ലൊക്കേഷനിൽ നമ്മൾ ഹല്ലേലൂയ അത്ര സമ്മതനായിരിക്കത്തില്ല. ഞാനിപ്പോൾ ഷാർജയിലോ അലയിലോ അബുദാബിയിലോ ഒക്കെ പോയി പ്രസംഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ അവരൊരു ഒരു കൺസിഡറേഷൻ തരും അല്ലേ. ഇപ്പൊ നമ്മുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സഭയിലേക്ക് ഒരു ദേവദാസം വന്നാൽ, ഒരു വിശ്വാസം വന്നാൽ നമ്മളെന്ത് ചെയ്യും? ഭക്ഷണം ഇരിക്കുക അല്ലെ. കഴിഞ്ഞ ആഴ്ച വന്നല്ലേ, ഭക്ഷണം ഇരിക്കുക, എന്താ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലേ. അവരെ ഇങ്ങനെ കൊണ്ടു നടന്നിങ്ങനെ നമ്മൾ സ്നേഹിക്കും. അതുപോലെ ലോക്കൽ പാസ്റ്ററെ ഇവിടെ ആയാലും അല്ല നാട്ടിലായാലും നമ്മൾ അത്ര സ്നേഹിക്കത്തില്ല. കാരണം ഒരു കേസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ മനുഷ്യനാണ്. ആകാശത്തിന്റെ കിളിവാതിലുകളെ അടച്ച് മഴയെ നിർത്തിയ പ്രവാചകനാണ്. മഴയെ വരുത്തിയ പ്രവാചകനാണ്. പല അത്ഭുതങ്ങൾ ചെയ്ത പ്രവാചകനാണ്. പക്ഷേ സ്വന്തം നാട്ടിൽ പിതൃനഗരത്തിൽ സമ്മതനല്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ സമ്മതനല്ലാത്ത ഏലിയാവിനെ സാരഫാത്തിലേക്ക് ദൈവം അയച്ചു. ഒരു വിധവയുടെ അടുത്തേക്ക് അയച്ചു. കെരീത്തോട് അതിന് മുമ്പ് വെളിപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കെരീത്തോട് നിന്നപ്പോഴാണ് സാരഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് ദൈവം അവനെ അയക്കുന്നത്. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കരുതൽ, അതിന്റെ ആഴം ഒരിക്കലും കുറയത്തില്ല. നീ ദൈവത്തോട് പറ്റി നിൽക്കുന്നവനാണെങ്കിൽ ദൈവം തരുന്ന കരുതലിന്റെ ആഴം കുറയത്തില്ല. അതിന്റെ വിസ്തൃതി, വിശാലത വർദ്ധിക്കത്തേ ഉള്ളൂ. ആദ്യം ഏലിയാവിനെ ദൈവം അനുഗ്രഹിച്ചത് അല്ലെങ്കിൽ മാനിച്ചത് അല്ലെങ്കിൽ ഭക്ഷിപ്പാൻ അവൻ കൊടുത്തത് ഒരു കാക്ക മുഖാന്തരം, ഒരു ജീവി അല്ലെ, ഒരു കാക്ക മുഖാന്തരം. എന്നാൽ കാക്കയുടെ വരവ് നിന്നപ്പോൾ, കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ
ദൈവം ഒരു സ്ത്രീയെ ഉപയോഗിക്കുകയാണ്, ഒരു മനുഷ്യനെ, ഒരു സ്ത്രീ, മനുഷ്യ സ്ത്രീയെ ഉപയോഗിക്കുന്നു, വിധവയെ ഉപയോഗിക്കുന്നു. അപ്പോൾ കാക്കയിൽ നിന്ന് ആരിലേക്ക് വന്നു? ഒരു ജീവിയിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നു. ഇനി കുറെ നാൾ അവിടെ അവൻ പാർത്തു. 3 വർഷത്തോളം ആ വിധവയുടെ അടുക്കൽ ഏലിയാവ് പാർത്തു. അതിനുശേഷം താൻ പിന്നെ ഇസബേലിന്റെ വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകുന്നു. അതിനുശേഷം ചൂരച്ചെടിയുടെ നല്ല അഭയം പ്രാപിക്കുന്നു. അപ്പോൾ ആരാ വന്നത്? മനുഷ്യനുമല്ല, കാക്കയുമല്ല. ആരാ വന്നത്? ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി. അപ്പോൾ കരുതലിന്റെ ലെവൽ മാറുന്ന കണ്ടോ? പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ, പ്രവചിക്കുന്ന മനുഷ്യന്റെ കരുതലിന്റെ ലെവൽ കൂടി വരിക, കുറഞ്ഞു പോവുകയല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഏതെങ്കിലും കരീത്തോട് കൂടി വറ്റിയെന്ന അകത്ത് ചിന്ത ഉണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാം, കരുതൽ കുറയത്തില്ല, കരുതലിന്റെ ലെവൽ കൂടത്തേ ഉള്ളൂ. വിശ്വസിക്കുന്നവർക്ക് അത് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. എലിയാവിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു അല്ലേ? ഹല്ലേലൂയ. നമ്മൾ സരഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് വരാം. 17-ാം അധ്യായത്തിലെ സരഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് ഏലിയാവിനെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം അയക്കുന്ന കാണാൻ കഴിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 10-ാമത്തെ വാക്യത്തിലേക്ക് അവൻ എഴുന്നേറ്റ് സാരാഫത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരേണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരേണമേ എന്ന് അവൻ. എന്തെങ്കിലും ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിട്ടാണ് നിശ്ചയമായിട്ടും യേശു കർത്താവ് അവളുടെ പേര് പരാമർശിച്ചത് അല്ലേ? നയമാന്റെ പേര് പരാമർശിക്കണമെങ്കിലും അവന്റെ ദാസനായ മനുഷ്യൻ പറഞ്ഞ, ആദ്യം വിശ്വസിച്ച് അംഗീകരിക്കാൻ താല്പര്യമില്ലെങ്കിലും അവന്റെ ദാസനായ മനുഷ്യൻ പറഞ്ഞപ്പോൾ അല്ലേ, യോർദാനിൽ ഒന്ന് ഇറങ്ങി മുങ്ങാനുള്ള ഒരു ആഗ്രഹം അവൻ കാണിച്ചില്ലേ? അപ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ 2 മനുഷ്യർക്ക് ഉള്ളത് കൊണ്ടാണ് കർത്താവ് അവരുടെ പേര് പറഞ്ഞത്. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കർത്താവ് പരാമർശിക്കുകയായിരുന്നു അല്ലേ? ജാതികളിൽ നിന്ന് വലിയ പത്രാസില്ലാത്ത ഇടത്തു നിന്ന് ആളുകൾ തെരഞ്ഞെടുപ്പ് ദൈവം നടത്തി അല്ലേ എന്ന് നമ്മുടെ കർത്താവ് അതിനകത്ത് ഉദ്ദേശിക്കുകയായിരുന്നു. അപ്പൊ സരഫാത്തിലെ വിധവയുടെ അടുക്കൽ ഏലിയാവ് വരുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു? മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഒരപ്പം ഉള്ളത് കഴിച്ച് അടയുണ്ടാക്കി അത് ഭക്ഷിച്ച് അവളും മകനും കൂടെ മരിക്കാൻ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ആരവിടെ ചെല്ലുന്നത്? ഏലിയാവാണ് ചെല്ലുന്നത്. പക്ഷെ ഏലിയാവിനെ കണ്ടപ്പോൾ, ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ച സ്ത്രീ ആണെങ്കിലും ഏലിയാവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് കേട്ട് അനുസരിക്കാനുള്ള മനസ്സ് അവൾ കാണിച്ചു. മരിക്കാൻ പോകുന്ന സമയമാണ് അല്ലേ? ആത്മഹത്യക്ക് തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് ഒരു അഭിഷക്തൻ കയറി വരിക, ഒരു പ്രവാചകൻ കയറി വരിക. സാധാരണ പണി നോക്കുക, ഞാൻ തിരക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ ആരോഗ്യ അഭിഷക്തന് വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കാനായി പോയപ്പോൾ അഭിഷക്തൻ പറയുന്നുണ്ട്, എനിക്കൊരു അപ്പം കൂടെ കൊണ്ടുവന്നു. 12-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി. അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മരിപ്പാൻ ഇറക്കുമല്ല, മരിപ്പാൻ ഇരിക്കുകയായിരുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു അല്ലെ? ഏലിയാവിനോട് പറഞ്ഞു. ശ്രദ്ധിക്കുക, അവിടെ ഇവിടെ മരിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കും. ഇവിടെ വായിൽ വരുന്നതെല്ലാം നെഗറ്റീവ് പദങ്ങളാണ്. ഈ സ്ത്രീയുടെ 2 തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഒന്ന്, പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ നെഗറ്റീവായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ സ്ത്രീക്കുണ്ടായിരുന്നു അല്ലേ? ഇവരുടെ അകത്ത് മരിക്കുവാനുള്ള ആഗ്രഹം, സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. മരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള സ്ത്രീയുടെ അടുത്തേക്കാണ് ആ 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരോട് പറഞ്ഞു, നിന്നെ പുലർത്തേണ്ടതിന് അവിടെ കൊണ്ടൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സ്ത്രീയോട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വരികയാണ്. അവൾ അടുത്ത നിമിഷം മരിക്കാൻ അവൾ ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 3.5 വർഷക്കാലം അഭിഷക്തനെ പോറ്റേണ്ടവൾ ഇവളാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവത്തിന്റെ പദ്ധതികൾ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നല്ല ദൈവത്തിന്റെ പദ്ധതികൾ. ഇടയ്ക്ക് കയറി ദൈവം പദ്ധതികളെ മാറ്റും, പ്ലാനുകളെ മാറ്റും, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശങ്ങളെ മാറ്റും, പർപ്പസുകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഇവള് മരിക്കാൻ ആഗ്രഹിച്ചു. ഒന്ന്, അനുസരിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ അവൾ തയ്യാറായി. 2, അരുളപ്പാടിൽ അവൾ വിശ്വസിച്ചു. 17-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അല്ലേ, ഏലിയാവോട് ഭയപ്പെടേണ്ട. ആ ഭാഗ്യം 13-ാമത്തെ വാക്യം. ഏലിയാവോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക.
ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് നീ മരിക്കുക എന്തായാലും ചെയ്തു, പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? എനിക്കൊരു ആട് ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ പിന്നെയും നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ ഒരു അരുളപ്പാട് അഭിഷക്തനോട് സംസാരിക്കുകയാണ്. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ നിന്റെ കരത്തിലെ മാവ് തീർന്നു പോകത്തില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല. നീ എനിക്കൊരട ഉണ്ടാക്കി കൊണ്ടുവന്ന നിമിഷം മുതൽ യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് വരെ കരത്തിലെ മാവ് തീരത്തില്ല, കലശത്തിലെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല. ഇതൊരു ദൈവത്തിന്റെ അരുളപ്പാടായിരുന്നു. പരിശുദ്ധാത്മാവിൽ ഏലിയാവിൽ നിന്ന് പുറപ്പെട്ട ദൈവ വചനമായിരുന്നു, ദൈവ ശബ്ദമായിരുന്നത്. അവൻ ആ ശബ്ദത്തെ വിശ്വസിച്ച് അവന്റെ അടുക്കളയിലേക്ക് പോയി. വെളിപ്പാട് വന്നപ്പോൾ മരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവ ശബ്ദം വന്ന ദൈവത്തിന്റെ ആലോചന കേട്ടവൾ അത് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നു. ഇന്ന് രാത്രി സാഹചര്യങ്ങൾ ഒരുപക്ഷെ മോശമായിരിക്കാം, സിറ്റുവേഷൻ ഒക്കെ നമുക്ക് വിരോധമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവമാണ് സംസാരിക്കുന്നതിൽ അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു അത്ഭുതമുണ്ട്. ഒരു വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്നതാണ്. ഇന്ന് രാത്രി ഈ വചനം ഏലിയാവിൽ കൂടെ അന്ന് വെളിപ്പെട്ട വചനത്തെ ഇന്ന് രാത്രി ഞാൻ റിലീസ് ചെയ്യുമ്പോൾ ഇന്ന് രാത്രി അതിവിടെ സംഭവിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ സിറ്റുവേഷനുകളെ മാറ്റുന്ന ഒരു ആലോചന, ഒരു വെളിപ്പാട്, ഒരു ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ അനുസരിച്ചു അല്ലേ? ദൈവത്തിന്റെ അരുളപ്പാട് വെളിപ്പെട്ടപ്പോഴും അതിന് കീഴ്പ്പെട്ട് അനുസരിക്കുവാൻ തയ്യാറായിരുന്നു. അനുസരിച്ചാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. അനുസരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, അനുസരിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കും. അനുസരിക്കാതെ ഇരുന്നായിരുന്നെങ്കിലോ? അങ്ങനെ കൂടെ ചിന്തിച്ചേ. ഞാനിപ്പോ മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുക, സൂസൈഡ് ചെയ്യാതിരിക്കുന്നത് എൻ്റെ അടുത്ത് അപ്പോൾ അടയും ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അവർ പറയുക, പാസ്റ്റർ വരെ പണി നോക്കാം, ഞാൻ എന്റെ പ്ലാൻ അതല്ല എന്ന് പറയാൻ അവർ തയ്യാറായില്ല. ഏലിയാവ് സംസാരിച്ച ദൂതിന് മുമ്പിൽ തന്നെ സമർപ്പിച്ചു. അത് വിശ്വസിക്കാൻ അവൾ തയ്യാറായി. എന്താ സംഭവിച്ചത്? വിശ്വസിച്ചാൽ എന്തുണ്ട്? അത്ഭുതമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ പരിചയമുള്ള ദൂതാണ്, സിമ്പിളായ ദൂതാണ്. പക്ഷെ ഇന്ന് രാത്രി ഈ ദൂത് വിശ്വസിച്ചാൽ ഒരു അനുഗ്രഹം. ഏലിയാവിന്റെ ദൈവം മരിച്ചിട്ടില്ല, ഏലിയാവും മരിച്ചിട്ടില്ല, ഏലിയാവും മരിച്ചിട്ടില്ല, ഏലിയാവിന്റെ ദൈവവും മരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദൂതും മരിക്കത്തില്ല. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കലശത്തിലെ എണ്ണ കുറഞ്ഞു പോയെങ്കിൽ അത്ഭുതം. അനുസരിച്ചു, അത്ഭുതം കണ്ടു. അത്ഭുതം ആർക്കൊക്കെ കിട്ടിയെന്നൂടെ എഴുതിയിട്ടുണ്ട്. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ തന്നെ 15-16 വാക്യം. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ലായിരുന്നു.
അഭിഷത്തിനെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ മാവ് കുറയത്തില്ലെന്ന് പറഞ്ഞ, എണ്ണ കുറയത്തില്ലെന്ന് പറഞ്ഞ ദൂത് അവൻ വിശ്വസിച്ചു. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? കുറയത്തില്ലെന്ന് പറയുന്ന ദൂത് വിശ്വസിക്കാമോ? ചിലത് കൂടത്തേ ഉള്ളൂ, ചിലത് ഒഴിവത്തേ ഉള്ളൂ. കുറയില്ല എന്ന് പറയുന്ന ദൂത് ഇന്ന് രാത്രി വിശ്വസിക്കാമോ? 15-16 വാക്യങ്ങൾ എന്താ? അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ അവളുടെ മകനാണ്, അവളുടെ വീട്ടുകാരും. ഈ വീട്ടുകാര് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ പിക്ചർ ഉണ്ടായിരുന്നു ഇല്ല. ഇവള് മരിക്കും, അവരും പോകാനാ സാധ്യത. പക്ഷേ അവൾ ഏറിയ നാൾ അഹോർത്തി കഴിച്ചു. ആ അഭിഷക്തന്റെ വാക്കിന്ന് വെളിപ്പെട്ട ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടപ്പോൾ, ഭവനത്തിലുള്ള ഒരാൾ കീഴ്പ്പെട്ടപ്പോൾ, വീട്ടുകാരടക്കം അഹോർത്തി കഴിച്ചെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുന്നു, ഭവനത്തിലുള്ള ഒരാൾ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ടാൽ സകലർക്കും അനുഗ്രഹമായി തീരുന്ന കയ്യിൽ അതിനെ മാറ്റുവാൻ പാടി ആരാധിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കായി കരുതാമെന്ന് ഉരച്ചവരെ പാടി ആരാധിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും ബന്ധനകൾ ഉണ്ടെങ്കിൽ, കെട്ടുകൾ ഉണ്ടെങ്കിൽ, ശൂന്യതകൾ ഉണ്ടെങ്കിൽ ഈ ദൂതിന്റെ മുമ്പിൽ ആ അഴിഞ്ഞു പോകണം. ആ ആരാധനയുടെ മുമ്പിൽ ആ അഴിഞ്ഞു പോകണം. ശൂന്യത അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി അവനെ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഈ സഹോദരി ഏലിയാവിനെ കണ്ടിട്ട് മടക്കി അയക്കുന്നില്ല. ഒരു അത്ഭുതം കണ്ടപ്പോൾ തന്നെ ഓക്കെ പിന്നെ കാണാം, ഇടയ്ക്കൊക്കെ ഇറങ്ങണേ എന്ന് പറഞ്ഞ് ഏലിയാവിനെ ഒഴിവാക്കുന്നില്ല. അതിസർക്കാരത്തിൽ പ്രിയായിരുന്നു ഈ സ്ത്രീ. അതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ മാളികയുടെ ഒരു മുറി കർത്താവിന്റെ അഭിഷക്തനായി അവൾ വേർതിരിച്ചിരുന്നു. ഇതുപോലെ വേർതിരിച്ച് ഒരാളുണ്ട്. പറയാം ആരാണ്? അല്ലെ, സെയിം റിപ്പീറ്റ് അനുഭവമാണ് ദൈവത്തിൽ സംഭവിക്കുന്നത്. ആരാ? ഒരു സ്ത്രീ. ആരാ പറ? ഒരു സ്ത്രീ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒരു മാളിക മുറി റെഡിയാക്കി. ഈ മനുഷ്യൻ എലീശ അല്ലെ, എലീശയ്ക്ക് വേണ്ടി ശൂന്യകാര്യത്തെ എന്ത് ചെയ്തു? അവളൊരു മാളിക മുറി ക്രമീകരിച്ച് അവരുടെ ഭവനത്തോട് ചേർന്നൊരു മുറി ഒരുക്കി കൊടുത്തിരുന്നു അല്ലെ. അതുപോലെ ഈ സ്ത്രീയും രണ്ടുപേരുടെയും മകനും മരിക്കുക അല്ലെ. രണ്ടുപേരുടെയും മകനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. സെയിം ശുശ്രൂഷ റിപ്പീറ്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. എലിയാവിന്റെ അഭിഷേകം റിപ്പീറ്റ് ആകുന്നത് പോലെ സെയിം ശുശ്രൂഷയും എലീശയും റിപ്പീറ്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവൾ കരുതുന്നവളായിരുന്നത് അല്ലെ. അവളുടെ ഭവനത്തോട് ചേർന്ന് പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുവന്ന് തന്റെ കൊച്ചിനെ കട്ടിലിന്മേൽ കിടത്തി. അപ്പോൾ അവൾക്കൊരു മാളിക മുറി ഉണ്ടായിരുന്നു. 3 വർഷത്തോളം അഭിഷത്തിന് അവളോട് ചേർന്ന് താമസിച്ചു. അവിടെ നിന്ന് കലത്തിലെ എണ്ണ കുറയാതെ, കലത്തിലെ മാവ് കുറയാതെ, കലശത്തിലെ എണ്ണ കുറയാതെ ഭക്ഷിച്ച് അവളോട് ഒപ്പം ആ മാളിക മുറിയിൽ അവൾ ഒരുക്കിയിരുന്ന മാളിക മുറിയിൽ താമസിച്ച കർത്താവിനെ ആരാധിച്ചിരുന്നു. അപ്പോൾ അവൾ കരുതുന്നവളായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ രണ്ട് സംഭവിച്ചു. ഇവിടെ കുഞ്ഞ് മരിച്ചുപോയി അല്ലെ. കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ഇവിടെ ടോണൊന്ന് മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ആദ്യം അവൾ കരുതുന്നുണ്ട്, അപ്പവും അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ ദൂതിലൊക്കെ വിശ്വസിച്ച്
ഏറ്റെടുക്കുന്നുണ്ട്, വീടടക്കം ആനന്ദിച്ച് അഹോർത്തി കഴിക്കുന്നുണ്ട്. എല്ലാം ആണെങ്കിലും കൊച്ചു കഴിച്ചപ്പോൾ ഇവിടെ ടോണൊന്ന് മാറി. അത് 18-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. അപ്പോൾ അവൾ ഏലിയാവോട് അയ്യോ ദേവപുരുഷനെ, എനിക്കും നിനക്ക് തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത്? 12-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഞാനും മകനോട് തിന്നിട്ട് മരിപ്പാൻ ആഗ്രഹിക്കുന്ന എഴുതിയിരിക്കുന്നത്. ഇപ്പൊ അവിടെ പറയുന്നത് എന്താണ്? മരിക്കാൻ ആഗ്രഹിച്ചവരുടെ അടുത്ത് ഏലിയാവ് വന്ന് അവക്കുള്ള ഫുഡും കൊടുത്ത് അവിടെ കലശത്തിലെ എണ്ണയും വർദ്ധിപ്പിച്ച് കലത്തിലെ മാവും വർദ്ധിപ്പിച്ച് ഒരുമിച്ച് അവർ 3 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുമ്പോ ഇപ്പൊ ആ സ്ത്രീ പറയാമോ, നീ എന്റെ കൊച്ചിനെ എല്ലാം എഴുതി വന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഏലിയാവിന് വിധവയൊക്കെ ഒന്ന് വിട്ടിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ കഴിഞ്ഞ നാളിലെ ഓർത്തൊന്ന് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ടോൺ എങ്ങനായിട്ട് മാറുന്നുണ്ട്, ദൈവത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനായിട്ട് മാറുന്നുണ്ട് ഒന്ന് ചിന്തിച്ചേ. നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. വിധവയിലേക്ക് മാത്രം നോക്കാതെ, അവളെ മാത്രം പറയാതെ നമ്മളിലൂടെ തിരിഞ്ഞു നോക്കി. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഈ രാജ്യത്ത് വന്നപ്പോൾ നീ എങ്ങനായിരുന്നു? നിന്റെ സാലറി എന്തായിരുന്നു? നിന്റെ ക്രമീകരണങ്ങൾ എന്തായിരുന്നു? അല്ലെങ്കിൽ നിന്റെ കുടുംബം എവിടെയായിരുന്നു? നിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? അല്ലെങ്കിൽ ദൈവം നിന്നെ നടത്തിയ വിധങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ദൈവം കലത്തിലെ മാവ് വർദ്ധിപ്പിച്ചില്ലേ? കലശത്തിലെ എണ്ണ വർദ്ധിപ്പിച്ചില്ലേ? മരിക്കാനായിരുന്ന സ്ഥാനത്ത്, ശൂന്യമായി പോകുന്ന സ്ഥാനത്ത് ദൈവം വർദ്ധനവും അനുഗ്രഹവും തന്നില്ലേ? അങ്ങനെ ഇനിയിപ്പോൾ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവൾ പറയുകയാണ്, നീ എന്റെ മകനെ കൊല്ലേണ്ടതിനായിട്ട് വന്നു നിന്നിന്. നമ്മൾ ദൈവത്തോടുള്ള സമീപനം ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മൾ ആ വിഷമം കൊണ്ട് നമ്മൾ പറയാം, കർത്താവേ ഇതെനിക്കിട്ട്, ഈ പണി എനിക്കിട്ട് തന്നല്ലോ, ഈ പ്രതിസന്ധി എനിക്കിട്ട് തന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച്, നന്മകളെ കുറിച്ച് മറന്നു പോവുകയും പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിനെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇതവയ്ക്ക് മാത്രമല്ല നമുക്കുമുണ്ട്. എന്നാൽ അത് ദൈവസന്നിധിയിൽ നല്ലതല്ല. എന്നാൽ ദൈവം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഭാഗം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം. അതോടെ നമ്മൾ ചിന്തിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾ പറയും അതേ വേണ്ടി തന്നെ ഉപയോഗിച്ച് അഭിഷേകം പ്രാർത്ഥിക്കുന്നു. 21-ാമത്തെ വാക്യം. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവന്നു കിടന്നു. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു കൈ വെളിപ്പെട്ടത്? 7 പ്രാവശ്യം അല്ലേ? 7 എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാണ് കർമ്മേലിന്റെ മലമുകളിൽ തീ ഇറങ്ങിയത്? 1 പ്രാവശ്യം അല്ലേ? ഇവിടെ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നു? 3 പ്രാവശ്യം. അപ്പൊ ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ ഒറ്റ പ്രാർത്ഥനയിൽ നടക്കും. ചില അത്ഭുതങ്ങൾ 7 തവണ പ്രാർത്ഥിക്കേണ്ടി വരും അല്ലേ? ഓരോ പ്രാവശ്യം ബാലിക്കാരനെ അയച്ച് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും മാറ്റമുണ്ടോ ആകാശത്ത്, മഴയുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ. ഇവിടത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമ്മളാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ച് നിർത്തിയത്. കൊച്ചു എണ്ണീക്കുന്നുമില്ല. ഈ പരിപാടി നാണം കെട്ട പരിപാടിയാണ്, നാണം കെട്ട് പോകും. അതുകൊണ്ട് ഇനി രണ്ടാമത് അവൻ 3 പ്രാവശ്യം കവന്ന് വീണു. ഇനിയും അവന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു ചൂടുണ്ടായിരുന്നു. അഭിഷേകത്തിന്റെ ചൂട് നമ്മളിൽ വ്യാപരിച്ചെങ്കിലേ ജീവനില്ലാത്തത് എഴുന്നേൽക്കത്തുള്ളൂ. അവനകത്തൊരു ചൂട്, പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഉണ്ടായിരുന്നു. തണുത്തുറഞ്ഞ വിധവയുടെ മകന്റെ ശരീരത്തിലേക്ക് ആത്മാവിന്റെ ചൂടിനെ കയറ്റി വിടുവാൻ അവന്റെ അഭിഷേകത്തിന്റെ കരമുണ്ടായിരുന്നു.
ബിസിനസ്സിനകത്ത്, ജോലി മേഖലകൾക്കകത്ത്, ആത്മീയ ജീവിതത്തിനകത്ത് പ്രതികരിക്കാൻ കഴിയാതെ തകർന്നുപോയ, വന്യമായി പോയ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്നത്തെ രാത്രി നമ്മളോട് ദൂത ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ആത്മാവിന്റെ ചൂട് വെളിപ്പെട്ടില്ലെങ്കിൽ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുക, 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഒരു വിടുതലായിട്ട് ആഗ്രഹിക്കുന്നതിനകത്തുനിന്ന് അത് ഏറ്റെടുത്താണ്. ഈ ദൂത് ഏറ്റെടുത്ത